Good morning, everyone. Today, we are going to talk about critical thinking skills. Already, creative thinking skills എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? Creative thinking എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by creative thinking? Anyone? What do you mean by creative thinking? What is creativity? It is the capability of produce something new. Okay. Then this is critical thinking. Critical thinking means it is a clear, rational, and disciplined thinking where thinker improves his thought process by reflecting on them and recognizing errors and biasing that may present. Critical thinking എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ സംതിങ് ന്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇറ്റ് ഇസ് എ ക്ലിയർ പ്രോസസ്, ഇറ്റ്സ് എ ഡിസിപ്ലിൻഡ് പ്രോസസ്. അതായത് ഓൾറെഡി നമുക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ് ആണ് ഏത്? ഓൾറെഡി നമ്മളൊരു ട്രഡീഷണൽ തിങ്കിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ലാറ്ററൽ തിങ്കിങ് അല്ലെ? ലാറ്ററൽ തിങ്കിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാറ്ററൽ തിങ്കിങ് അല്ല, വേർട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രഡീഷണൽ. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഏത് പറഞ്ഞു? ലാറ്ററൽ തിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻഡ് തിങ്കിങ് ആണ്. It will be rise the efficiency of our thought process. It is a case of improving one's own thinking. One's own thinking. It is used to analyze, unify, evaluate what is heard, seen or read. എന്താ പറഞ്ഞത്? നമ്മൾ എന്താണോ കേൾക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അതിന്റെ ഒരു തോട്ട് പ്രോസസ്സാണ്. ഇത് കറക്റ്റ് ആയിട്ട് തോട്ട് ചെയ്യുക. അതായത് തോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്തതിന് ശേഷം അതിനൊരു കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരുക. ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് ട്രഡീഷണൽ തിങ്കിങ്. ഓക്കെ. വേർട്ടിക്കൽ തിങ്കിങ് പോലെയാണ് ഏത് വരുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നത്. കറക്റ്റ് ആയിട്ട്, ക്ലിയർ ആയിട്ട്, റാഷണൽ ആയിട്ട്, ഡിസിപ്ലിൻഡ് മാനറിൽ, അറേഞ്ച്ഡ് മാനറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് തിങ്ക് ചെയ്യാം. തിങ്ക് ചെയ്ത് അനലൈസ് ചെയ്ത് അതിന് കറക്റ്റ് ആൻസർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ദാറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ. എ ക്രിട്ടിക്കൽ തിങ്കർ needs some types of skills. The first one is distinguish between verifiable facts and claims. Next one, distinguish relevant data from irrelevant information. First one എന്താ? distinguish between verifiable facts and claims. കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും, അല്ലെ കുറേ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കാണുന്നുണ്ടാവും. ഇതിൻ്റെ അകത്തൊക്കെ ഫാക്ട്സ്, പ്രൂഫ് ഉള്ള ഫാക്ട്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ ഫാക്ട് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം പോരാ, യു ഹാവ് ടു ക്ലെയിം ദാറ്റ്. എന്തുകൊണ്ടാണ്, എങ്ങനെ വന്നു എന്നൊക്കെയുള്ള ക്ലെയിംസ് നമുക്ക് അതിന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്ഡ് പ്രോസസ് ആണല്ലോ. അപ്പം പ്രൂഫ് ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഏതിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? എ ക്രിട്ടിക്കൽ തിങ്കർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ എന്താ പറഞ്ഞത്? It can be distinguished between verifiable facts and claims. Second one, distinguish relevant data from irrelevant information. ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടാവും. നമുക്ക് വേണ്ടുന്നതും വേണ്ടാത്തതുമായ ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടാവും. അതിൽ റിലവന്റ് ആയിട്ടുള്ള, നമ്മുടെ കോൺസെപ്റ്റിന് റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം യു ഹാവ് ടു ഫൈൻഡ്. അതേഴ്സ് വിൽ എലിമിനേറ്റ്. നമ്മുടെ ഏരിയ, നമ്മുടെ കോൺസെപ്റ്റ് അല്ലെ നമ്മുടെ ക്ലെയിം, അതിന് ഏതാണോ റിലവന്റ്, ആ റിലവന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് സോഴ്സസ് അല്ലെ സെയിം സോഴ്സ് എന്നൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ, നമ്മൾ ഹോമോജീനിയസ് സോഴ്സ്, ഹെട്രോജീനിയസ് സോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അതേഴ്സിനെ അവോയ്ഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദി സെക്കൻഡ് പോയിന്റ്. തേർഡ് വൺ, ഡിറ്റർമൈൻ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാക്ച്വലി കറക്റ്റ്. തേർഡ് വൺ, ഡിറ്റർമൈൻ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാക്ച്വലി കറക്റ്റ്. വെറുതെ ഒരു പോയിന്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രൂവ് ചെയ്യാൻ പറ്റണം. അത് കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഫാക്ച്വലി കറക്റ്റ്, പ്രൂഫ് ഉള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എവിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടൂ? ക്രിട്ടിക്കൽ തിങ്കർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് പോസിബിലിറ്റി ആണെങ്കിൽ യു ഹാവ് ടു ലീവ്. അതിന് കറക്റ്റ് പ്രൂഫ് ഇല്ല, സൊല്യൂഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അവോയ്ഡ് ചെയ്യണം.
ഫാക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം എ ക്രിട്ടിക്കൽ തിങ്കർ വിൽ തിങ്ക്. ഫോർത്ത് വൺ, ഐഡന്റിഫൈ വെദർ എ സോഴ്സ് ഈസ് ക്രെഡിബിൾ. ഐഡന്റിഫൈ വെദർ എ സോഴ്സ് ഈസ് ക്രെഡിബിൾ. ഇൻഫർമേഷൻ ഡിഫറെന്റ് സോഴ്സസ് എന്നായിരിക്കും നമുക്ക് അവൈലബിൾ ആവുക അല്ലെ, ഡിഫറെന്റ് സോഴ്സസ് അല്ലെ ചിലപ്പോൾ സെയിം സോഴ്സസ് എന്നായിരിക്കും. ആ അവൈലബിൾ ആയ സോഴ്സ് കറക്റ്റ് ആണോ? ഇൻഫർമേഷൻ ഇപ്പൊ നമുക്ക് കിട്ടും. അപ്പം ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് ഫേക്ക് ന്യൂസ് പോവാറുണ്ട് അല്ലെ. അപ്പോൾ ആ ന്യൂസിന്റെ ക്രെഡിബിലിറ്റി, അത് വന്ന സോഴ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഐഡന്റിഫൈ വെദർ സോഴ്സ് ഈസ് ക്രെഡിബിൾ. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് കറക്റ്റ് ആണോ ഫേക്ക് ആണോ എന്നുള്ളത്, ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഐഡന്റിഫൈ ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി. A critical thinker always think about consistent data, accurate data. ഇൻകൺസിസ്റ്റൻസിക്ക് അവിടെ പ്ലേസ് ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അല്ലാത്ത ഒരു കാര്യങ്ങളും ക്രിട്ടിക്കൽ തിങ്കറിനെ സംബന്ധിച്ചിട്ട് എന്തല്ല, കറക്റ്റ് ഇൻഫർമേഷൻ അല്ല, ഫാക്ച്വലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ അല്ല. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ ആരെടുക്കേണ്ട ആവശ്യമുള്ളൂ, എ ക്രിട്ടിക്കൽ തിങ്കർ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദെൻ റെക്കഗ്നൈസിങ് എറേഴ്സ്. ഇൻഫർമേഷൻ്റെ അകത്ത് ഇഷ്ടം പോലെ നോയ്സ് ഉണ്ടാവും. നോയ്സ് മീൻസ് എറേഴ്സ്. അപ്പോൾ എറേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. വിച്ച് വൺ ഇസ് കറക്റ്റ് ആൻഡ് വിച്ച് വൺ ഇസ് റോങ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ക്രിട്ടിക്കൽ തിങ്കറിന്. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഐഡന്റിഫൈങ് അസംഷൻസ് വിച്ച് ആർ നോട്ട് സ്റ്റേറ്റഡ് എക്സ്പ്ലിസിറ്റ്ലി, ഇറ്റ്സ് ആൻ അനദർ പോയിന്റ്. ഐഡന്റിഫൈങ് അസംഷൻസ്. ചില സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ നമ്മൾ ചാൻസസ് പറയാറുണ്ട് അല്ലെ, മേ ഓർ മേ നോട്ട് ബി ഒക്കെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ചാൻസസ്, അസംഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അസംഷൻ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം പോരാ, അത് എന്തുകൊണ്ടാണ് അസംഷൻ ആയതെന്നുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ നോട്ട് സ്റ്റേറ്റഡ് എക്സ്പ്ലിസിറ്റ്ലി, അത് എന്തുകൊണ്ടാണ് അസംഷൻസ്, എന്താണ് പ്രോബബിലിറ്റി, ചാൻസസ് എന്നൊക്കെയുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ദെൻ ടു ഫൈൻഡ് ഔട്ട് ദി സ്ട്രെങ്ത് ഓഫ് എൻ ആർഗ്യുമെന്റ്. സ്ട്രെങ്ത് ഓഫ് എൻ ആർഗ്യുമെന്റ്, എന്തെങ്കിലും ആർഗ്യുമെന്റ് നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രെങ്ത്, ആ പോയിന്റ് നമ്മൾ പറയുന്ന പോയിന്റ്സ് സ്ട്രെങ്ത് പോയിന്റ് ആണോ അല്ലെ വീക്ക് പോയിന്റ് ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അസസിങ് ദി സ്ട്രെങ്ത് ഓഫ് എൻ ആർഗ്യുമെന്റ് ഓർ ക്ലെയിം, പറയുന്ന പോയിന്റ്സ് കറക്റ്റ് ആണ്. ഇപ്പൊ എന്ത് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാലും അത് സ്ട്രോങ് പോയിന്റ് ആണോ അല്ലെ വീക്ക് പോയിന്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സ്ട്രോങ് അല്ലാത്ത പോയിന്റ്സ് ഒന്നും ആർക്ക് പറയേണ്ട ആവശ്യമില്ല, എ ക്രിട്ടിക്കൽ തിങ്കർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും സ്കിൽസ് ആര് ഫോളോ ചെയ്യണം, ക്രിട്ടിക്കൽ തിങ്കർ ഫോളോ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ് മോഡൽസ്. ക്രിട്ടിക്കൽ തിങ്കിങ് മോഡൽ. There are so many models available for a critical thinking process. Okay, here is a model proposed by Paul Elder. Paul Elder. It is known as PE model. PE model. This model is proposed by Paul Elder. This is known as PE model. It covers a wide range of critical thinking process. Critical thinking process. According to this model, a critical thinker involves three components. Mainly involves three components. First one, intellectual standards. Second one, elements of reasoning. And third one, intellectual traits. A critical thinker involves three components like intellectual standards, elements of reasoning, and intellectual traits. Intellectual standard must be applied to elements of reasoning. Elements of reasoning to develop intellectual traits. Intellectual traits which arguments intellectual standard. It is a rotating process. It's a circular process. Okay. First intellectual standard start ചെയ്യാം, എന്നിട്ട് elements of reason ലേക്ക് വരും, then intellectual traits ലേക്ക് പോകും, again intellectual standard. ഇതിങ്ങനെ circular motionൽ clockwise ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ് ഓരോന്നുള്ളത് നമുക്ക് നോക്കാം. What is intellectual standards? These are the standards
which can compare the thinking process. Intellectual standards are used for compare thinking process. Standard determines whether thinking process considered a critical thinking process. Standard determines our thinking process considered critical thinking process. എന്താ പറഞ്ഞ ഇന്റലക്ച്വൽ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? കമ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെ, തിങ്കിങ് പ്രോസസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ കമ്പാരിസന്റെ അകത്ത് എന്താണ് കമ്പയർ ചെയ്യാം? നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവർ തിങ്കിങ് പ്രോസസ് വിൽ ബി എ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ് ഓർ നോട്ട്. എങ്ങനെ ചെക്ക് ചെയ്യും? So many standards are there. There are 9 standards in intellectual standards to validate our critical thinking process. ഈ 9 സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാ സ്റ്റാൻഡേർഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആക്യുറസി, സെക്കൻഡ് വൺ ക്ലാരിറ്റി, തേർഡ് വൺ റിലവൻസ്, ഫോർത്ത് വൺ ലോജിക്കൽ സഫിഷ്യൻസി, precision, depth, breadth, significance and fairness. ഈ 9 സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും അറിയാലോ. ആക്യുറസി, കറക്റ്റ് ആണോ, കൃത്യമായിട്ടാണോ നമ്മുടെ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളത്, ആക്യുറേറ്റ് ആണോ. ക്ലാരിറ്റി, ക്ലിയർ ഡാറ്റ ആണോ എന്നുള്ളത്. റിലവൻസ്, എത്രമാത്രം ഇൻഫർമേഷൻ സ്ട്രോങ് ആണ്, റിലവന്റ് ആണ്, റിലവൻസ്. ലോജിക്കൽ സഫിഷ്യൻസി, പറയുന്ന പോയിന്റ്സ് ലോജിക് ആണോ അതോ ലോജിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ല ചെക്ക് ചെയ്യാം. ദെൻ പ്രിസിഷൻ, ടൈപ്പ് ഓഫ് ആക്യുറസി തന്നെ. ഡെപ്ത്, സിഗ്നിഫിക്കൻസ്, ഫെയർനെസ്, ബ്രെഡ്ത്ത്, എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ. പൊസിഷൻ ആക്യുറേറ്റ്, ഒരു ടൈപ്പ് ഓഫ് ആക്യുറേസി ചെക്ക് ചെയ്യലാണ്. ഡെപ്ത്, ഹൗ സ്ട്രോങ് ഡാറ്റ. സിഗ്നിഫിക്കൻസ്, പോയിന്റ് സിഗ്നിഫിക്കന്റ് ആണോ റിലവന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള 9 സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യാം. 9 സ്റ്റാൻഡേർഡ്സും നമ്മുടെ തിങ്കിങ് പ്രോസസ്സും കമ്പയർ ചെയ്ത് നോക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ആർഗ്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഈ 9 സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്ത് നോക്കുക. കമ്പാരിസൺ, our thinking process will be a critical thinking process or not. Second one, elements of reasoning. This is the basics for critical thinker. Okay, അപ്പൊ എന്താണ് എലമെന്റ്സ്? എന്തൊക്കെയാണ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കലാണ്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എയിം ഓഫ് our thought process? What is the aim of our thought process? Information about our problem. Assumptions, interpretations, knowledge, diverse points of view, conclusion. Elements എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ആണ്. ബേസിക് എലമെന്റ്സ് അല്ലേ? അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി എയിം ഓഫ് അവർ തോട്ട് പ്രോസസ്? ഒരു ആർഗ്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആർഗ്യുമെന്റിന്റെ എയിം എന്താണ്? തിങ്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ, ആ ആർഗ്യുമെന്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡാറ്റ, ഇൻഫർമേഷൻ. തേർഡ് വൺ, അസംഷൻ, ചാൻസസ് ഉണ്ടാവാം, അസംഷൻസ് ഉണ്ടാവാം, കറക്റ്റ്, ഫാക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ അസംഷൻസും ഫാക്ട്സും ഉണ്ടാവും. ഇപ്പൊ അസംഷൻസ് ഫാക്ടിന്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അസംഷൻസ്. ഇന്റർപ്രിട്ടേഷൻസ്, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെ കുറിച്ചുള്ള, ഫാക്ടിനെ കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും അല്ലെ? അത്. നോളജ്, കോൺസെപ്റ്റ്സ്, തിയറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, നോളജ്. ദെൻ ഡിവേഴ്സ് പോയിന്റ്സ് ഓഫ് വ്യൂ, ഡിഫറെന്റ് പോയിന്റ്സ് ഉണ്ടാവും. ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടിലും സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും കളക്ട് ചെയ്യാം. ദെൻ കൺക്ലൂഷൻ. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തിലേക്ക് എത്താൻ? കൺക്ലൂഷനിലേക്ക് എത്താൻ. ആ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. കൺക്ലൂഷൻ ഇസ് ഓൾസോ എ പോസിബിലിറ്റി, ഇറ്റ് ഈസ് ക്രിയേറ്റീവ് തിങ്കിങ്. കൺക്ലൂഷൻ പോസിബിലിറ്റീസ് ആണെങ്കിൽ അത് ക്രിയേറ്റീവ് ആണ്.
അല്ലെ? അസംഷൻസ് ആണെങ്കിൽ അത് ക്രിയേറ്റീവ് ആണ്. കൺക്ലൂഷൻ കറക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. തേർഡ് വൺ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി തേർഡ് വൺ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്റലക്ച്വൽ ട്രേറ്റ്സ്. An intellectual traits that a critical thinker seeks to develop. First one, humility. Second one, intellectual autonomy. Fair-mindedness, intellectual courage, perseverance, empathy, intellectual integrity, confidence. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കുറെ പോയിന്റ്സ്, നമ്മൾക്ക് ഉണ്ടാവേണ്ട കുറെ പോയിന്റ്സ്, ക്രിട്ടിക്കൽ തിങ്കറിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവേണ്ട കുറച്ച് പോയിന്റ്സ് ഏതൊക്കെയാ? ഹ്യൂമിലിറ്റി. ഇതൊക്കെ ഹ്യൂമൻ നേച്ചർ ആണ് അല്ലെ? ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഫെയർ മൈൻഡ്നെസ്, ഇന്റഗ്രിറ്റി, കറേജ്, എംപതി. ഒരു ഹ്യൂമൻ ബീങ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെ ഏതെങ്കിലും ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് they have to follow these kind of things like empathy, humility, integrity, autonomy, courage, human factors. Clear? ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ക്രിട്ടിക്കൽ തിങ്കിങ് and the model of critical thinking. Clear ആണോ? Clear? Okay. Next one, you have to differentiate critical thinking and creative thinking. Critical thinking and creative thinking. You have to distinguish critical thinking and creative thinking based on thought process and skill. Thought process and skill. The first one is based on the characteristics of thought process. Thought process. Okay. Critical thinking is linear. Creative thinking is non-linear. Linear എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു അറേഞ്ച്ഡ് മാനർ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ലീനിയർ. നോൺ ലീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേഞ്ച് അല്ല, സീക്വൻഷ്യൽ അല്ല. ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് പോയിന്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ക്രിയേറ്റീവില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ല ക്രിയേറ്റീവ്. ക്രിട്ടിക്കൽ ഇസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. ദെൻ സെലക്റ്റീവ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഇസ് സെലക്റ്റീവ്. ആൻസേഴ്സ് അവൈലബിൾ ആവുന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്താൽ മതി. Others will be eliminated. Critical thinking will be selective. Creative thinking is generative. You have to generate new possibilities. That is creative thinking. New ideas, new concepts, new theories. Eliminate traditional thinking. That is creativity. Next one, converges to single answer. Critical thinking converges to single answer. Question ഒരു ആൻസർ മാത്രം. ക്രിയേറ്റിവിറ്റി എന്തായിരിക്കും? മൂവ്സ് away from single answer. A question have multiple answers. ഒരു ക്വസ്റ്റിന് തന്നെ ഒരുപാട് ആൻസേഴ്സ് കിട്ടണം. ജനറേറ്റീവ് ആണ്, ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ക്രിയേറ്റിവിറ്റി. Then critical thinking is looking for always correct answer. Creative thinking looking for possibility. Then critical thinker remains objective and logical. Creative thinking suspense judgment. ഓക്കെ ആണല്ലോ? ഇപ്പൊ തോട്ട് പ്രോസസിന്റെ ബേസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അറേഞ്ച്ഡ് ആണ്, ലീനിയർ ആണ്, അതുപോലെ സെലക്റ്റീവ് ആയിരിക്കണം, സിംഗിൾ ആൻസറിലേക്ക് കൺവേർജ് ചെയ്യണം, സിംഗിൾ ആൻസറിലേക്കായിരിക്കണം എത്തിച്ചേരേണ്ടത്. ദെൻ കറക്റ്റ് ആൻസർ ആയിരിക്കണം. അത് മാത്രമല്ല ലോജിക് ആയിരിക്കും. ലോജിക് ഉള്ള കാര്യങ്ങൾ മാത്രമേ ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ടു. സോറി, ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ടു. ക്രിയേറ്റീവിലോ? ക്രിയേറ്റീവ് നേരെ ഓപ്പോസിറ്റ് ആണ്, അറേഞ്ച്ഡ് അല്ല, ജനറേറ്റീവ് ആണ്. ഒരു ക്വസ്റ്റിന് തന്നെ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ്, മൾട്ടിപ്പിൾ ആൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ഇനി ബേസ്ഡ് ഓൺ ദി സ്കിൽസ് യൂസ്ഡ്, critical thinker uses a skill comparison, classification, sequencing, cause effect, deductive and inductive reasoning. What is deductive and inductive reasoning? Deductive and inductive reasoning. Inductive means
you have a general conclusion from set of specific observation. Inductive means a general conclusion from a set of specific observation. കുറേ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയും. ഇൻഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവോ? കൺക്ലൂഷൻസ് ആർ ബേസ്ഡ് ഓൺ premises. Conclusions are based on premises. Surroundings എന്നുള്ള കുറേ കാര്യങ്ങൾ, premises എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരും. അത് സംടൈംസ് ലോജിക് ആയിരിക്കും, അല്ലെങ്കിൽ അല്ല. എന്താ പറഞ്ഞത്? കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ premises. സാഹചര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക. ദാറ്റ് ഈസ് കോൾഡ് ഡിഡക്റ്റീവ്. Inductive means general conclusion from set of specific observation. That is inductive and deductive reasoning. Another term is reasoning, forecasting, planning, hypothesis. What is hypothesis? Hypothesis means assumption. Assumption. Then criticizing. ഇത്രയും സ്കിൽസ് ആർക്ക് ഉണ്ടാവണം? ക്രിട്ടിക്കൽ തിങ്കറിന് ഉണ്ടാവണം. കമ്പയർ ചെയ്യാൻ പറ്റണം, ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് റീസണിങ്, ഹൈപ്പോത്തിസിസ്, പ്ലാനിങ്, ക്രിട്ടിസൈസിങ്. ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പോയിന്റ് തെറ്റാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ക്രിട്ടിസൈസ് ആണെങ്കിൽ ദേ കൻ ആക്സെപ്റ്റ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കറിന് വേണ്ടുന്ന സ്കിൽസ് ആണ്. ക്രിയേറ്റീവ് തിങ്കർ എന്തൊക്കെയായിരിക്കും? ഫ്ലെക്സിബിൾ, ഒറിജിനാലിറ്റി, ഫ്ലുവൻസി, ബ്രെയിൻ സ്റ്റോമിങ്, modification, metaphorical thinking, forced relationship. What is metaphorical thinking? Metaphorical thinking എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രക്ചർ, അതായത് കൺസ്ട്രക്ട് ഒക്കെ ചെയ്തെടുക്കുന്ന, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യില്ലേ? അപ്പം നമ്മൾ തന്നെ ഡെവലപ്പ് സ്ട്രക്ചർ, നമ്മൾ തന്നെ ഒരു എന്തെങ്കിലും ഒരു ഫോം ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ഫോഴ്സ്ഡ് റിലേഷൻഷിപ്പ്. ക്രിയേറ്റീവ് തിങ്കർ എപ്പോഴും ന്യൂ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെ? ന്യൂ കോൺസെപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മൾ പറയുന്ന പോയിന്റിൽ ഒറിജിനാലിറ്റി ഉണ്ടാവണം. പറയുന്ന കാര്യങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കോൺസെപ്റ്റ് ആണ്, അപ്പോൾ മറ്റുള്ളവർക്ക് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലുവൻസി ഉണ്ടാവണം. ദെൻ ഇമാജിനറി. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും, അല്ലെ? ദാറ്റ് ഈസ് നോട്ട് റിയൽ, ഇമാജിനറി പർപ്പസ്. ദെൻ ഫോഴ്സ്ഡ് റിലേഷൻഷിപ്പ്. പലരുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് വേണ്ടി വരും. നമ്മുടെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പല കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വേണ്ടി വരും. ഇപ്പോൾ ഫോഴ്സ്ഡ് റിലേഷൻഷിപ്പ്. ഇത്രയും സ്കിൽസ് ആർക്ക് വേണം? ക്രിയേറ്റീവ് തിങ്കറിന് വേണം. ഇപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ബേസ്ഡ് ഓൺ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് ബേസ്ഡ് ഓൺ തോട്ട് പ്രോസസ്. സെക്കൻഡ് വൺ based on the skills. Next, there are 3 terms here. First is imagination, intuition, and experience. What is imagination? Imagination means it is the ability to see the impossible or unreal. For a creative thinker, he or she is always in an imagined world. എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാത്ത, അല്ലെ, അൺറിയൽ ആയിട്ടുള്ള, അല്ലെ ഇമ്പോസിബിൾ ഉള്ള കാര്യം നമ്മൾ തിങ്ക് ചെയ്ത് കൂട്ടുക. അതിനെയാണ് എന്ത് പറയാ? ഇമാജിനേഷൻ. ക്രിയേറ്റീവ് തിങ്കർ എപ്പോഴും എന്തായിരിക്കും? ഇമാജിൻ വേൾഡിലായിരിക്കും, അല്ലെ? അവരുടെ ഐഡിയാസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജിലാണ്. സോ ഇമാജിനേഷൻ, ക്രിയേറ്റീവ് തിങ്കർ ഓൾവേസ് ഇൻ ആൻ ഇമാജിൻ വേൾഡ്. ഇമാജിനേഷൻ നോസ് നോ ബൗണ്ട്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഇല്ല. എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാം, അല്ലെ? അതിന് ഇമാജിനേഷൻ എന്തില്ല? നോ ബൗണ്ട്. ബട്ട് ഇമാജിനേഷൻ റിക്വയേഴ്സ് ലിറ്റിൽ ആക്ച്വൽ നോളജ് and creativity also requires some knowledge, motivation and thought. നമ്മൾ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ ഏരിയയിൽ നമുക്ക് കുറച്ച് നോളജ് ഉണ്ടാവണം, അല്ലെ? ആ ഏരിയയിൽ മാത്രമല്ല,
അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ക്രിയേറ്റിവിറ്റി അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തിനെ കുറിച്ചാണോ തിങ്ക് ചെയ്യുന്നത്, ആ തിങ്ക് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിയേറ്റിവിറ്റി സക്സസ് ആവുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബി എ ഫെയിലിയർ. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഏരിയ, ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ഇമാജിനേഷൻ ആണെങ്കിലും, ആ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നോ അവരുടെ ഒരു ലിറ്റിൽ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടേം ഇൻറ്റ്യൂഷൻ. ഇൻറ്റ്യൂഷൻ, it is something without using any reasoning or rational thoughts. What is intuition? Something without using any reasoning or rational thought. Intuition is always described as a magic or divine revelation, but it's a normal fact of our brain. Intuition is described as a magic or divine revelation, but it's a normal behavior of our brain. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവബോധം എന്നൊക്കെ പറയാറില്ലേ, അതിനാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയും. നമുക്ക് തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ പെട്ടെന്ന് ആയിരിക്കും നമുക്ക് ആ കാര്യം തോന്നുന്നുണ്ടാവും അല്ലെ, അപ്പൊ പെട്ടെന്ന് നമ്മളത് പറയും, പെട്ടെന്ന് പറയും. അപ്പോൾ എന്താ, ഓരോ കോൺസെപ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് തോന്നുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് വിളിച്ചു പറയും, ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം. ഓക്കെ, അവിടെ അത് പറയാൻ വേണ്ടി ഒരു റീസണും ഉണ്ടാവില്ല ചിലപ്പോൾ, ബട്ട് നമുക്ക് പെട്ടെന്ന് തോന്നി അത് പറഞ്ഞു. അതാണ് ആ ഒരു, അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഇറ്റ് ഇസ് എ മാജിക് ഓർ ഡിവൈൻ റിവിലേഷൻ ബട്ട് എ നോർമൽ ബിഹേവിയർ ഓഫ് അവർ ബ്രെയിൻ. നമ്മുടെ മൈൻഡിൽ സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ തോന്നും. ചിലപ്പോൾ അവിടെ ആ സാഹചര്യമായിട്ട് അതൊരു ബന്ധം ഉണ്ടാവില്ല, നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് intuition. You have to develop intuition based on systematic and a trained method. നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ പരിശീലിക്കുവാണെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക്കലായിട്ട് തന്നെ ഓരോ കാര്യം കാണുമ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ദാറ്റ് ഈസ് കോൾഡ് ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ എ വീക്ക് വേ ഓഫ് ഡിസിഷൻ മേക്കിംഗ് കേട്ടോ, അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് കറക്റ്റ് മെത്തേഡ് അല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. നമുക്ക് ചിലപ്പോൾ ആ സാഹചര്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് ഒരിക്കലും ഇൻറ്റ്യൂഷൻ പോയിന്റ്സ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇറ്റ്സ് എ വീക്ക് വേ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ് വൺ, എക്സ്പീരിയൻസ്. നെക്സ്റ്റ് വൺ, എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് മീൻസ് ഇറ്റ്സ് എ സോഴ്സ് ഫ്രം വിച്ച് വി അക്വയർ നോളജ്. Knowledge is the starting point of imagination, intuition and experience. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം, നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇമാജിനേഷൻ നടക്കുള്ളൂ, ഇൻറ്റ്യൂഷനും ഒക്കെ ആവുള്ളൂ, ദെൻ എക്സ്പീരിയൻസ്. ഈ മൂന്നിന്റെയും ബേസ് എന്ന് പറയുന്നത് നോളജ് ആണ്. ഓക്കെ, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കുറേ കാര്യങ്ങൾ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എൻ എക്സ്പീരിയൻസ് അല്ലേ. നമുക്കിപ്പോൾ എന്ത് കാര്യങ്ങളും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ സക്സസ് ആവില്ല, പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സക്സസ് ആവുന്നുണ്ടാവുക. അപ്പോൾ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അതിൽ റിപ്പീറ്റേഷൻ. ഓക്കെ, ഒരേ കാര്യത്തിൽ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൽ എക്സ്പീരിയൻസ്ഡ് ആവും. പിന്നെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ വിൽ ബി എ ക്രിയേറ്റീവ് പേഴ്സൺ. Experienced person will be a creative person. Experience is an openness for creativity na parayunnu. Experience is an openness for creativity. Okay, for imagination, intuition and experience. Next one, convergent and divergent thinking. Convergent and divergent thinking. These are the thinking styles. Convergent thinking and divergent thinking are the thinking styles. What is convergent thinking? It is a thinking process to converge or arrive a single and most appropriate and correct answer to a question. What is convergent thinking? It is converges to a single and appropriate and correct answer to a question.
കുറച്ച് മുന്നേ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പറ്റി പറഞ്ഞു അല്ലെ. ക്രിട്ടിക്കൽ തിങ്കിങ് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ, അതിനൊരു ആൻസർ. അത് തന്നെയാണ് എവിടെയും പറയുന്നത്, കൺവേർജന്റ് തിങ്കിങ്ങിലും പറയുന്നത്. A person will arrive at a single answer. The answer will be correct. Okay. A well-defined question do not demand much more creativity and clear right or wrong answer. A well-defined question do not demand much more creativity and have clear right or wrong answer. Correct ആയിട്ട് ആൻസർ കിട്ടുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്ത് വേണ്ട, ക്രിയേറ്റിവിറ്റി ഒന്നും ആവശ്യമില്ല അല്ലെ. ക്രിയേറ്റിവിറ്റി ഒന്നും ആവശ്യമില്ല. എന്താ ക്വസ്റ്റ്യൻ എന്താണോ ആ ക്വസ്റ്റ്യന് നമുക്കൊരു ആൻസർ ഉണ്ടാവും. ദറ്റ് ആൻസർ വിൽ ബി ആക്യുറേറ്റ്. ഫോർ എക്സാമ്പിൾ, ഹൂ ഈസ് അവർ ഫാദർ ഓഫ് നേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ ഉണ്ട്. അതിനൊരു ക്രിയേറ്റിവിറ്റി ഒന്നും ആവശ്യമില്ല. വി ഹാവ് സം നോളജ് അല്ലെ. മഹാത്മാഗാന്ധി നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതിൽ ക്രിയേറ്റിവിറ്റി ഒന്നും ആവശ്യമില്ല. ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് എ കറക്റ്റ് ആൻസർ. That is called convergent thinking. You have to see one figure, the answer. Answer 1, fact and data. ആ ക്വസ്റ്റ്യൻ ആ ആൻസറിന് എന്താണ്, അതിന്റെ ബേസ് ആയിട്ട് ഡാറ്റയും ഫാക്റ്റും അത് മാത്രമേ വേണ്ടൂ. നോ ക്രിയേറ്റിവിറ്റി ആൻഡ് ഓൾ. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദി ഇമ്മീഡിയറ്റ് കോസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ എന്നൊരു കറക്റ്റ് ആൻസർ ഉണ്ടാവും. എന്താണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവാനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അതിന് ഉണ്ടാവും. അപ്പൊ അതിന് ഫാക്ട്, അതിന്റെ ഡാറ്റ, ഇത് മാത്രമേ വേണ്ടൂ. സോ ദാറ്റ് ഈസ് കോൾഡ് കൺവേർജന്റ് തിങ്കിങ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. Convergent thinking is a type of critical thinking. It is always based on speed, accuracy, and logic. One question and one answer. That is called convergent thinking. The answer will be correct or accurate. That is called convergent thinking. For divergent thinking എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. Divergent thinking എന്ന് വെച്ച് കഴിഞ്ഞാൽ it's a thought process or method used to generate creative ideas by exploring many possible solutions. A question have an open-ended question with no right or wrong answer. An open-ended question with no right or wrong answer. എന്താ അങ്ങനെ പറഞ്ഞ open-ended question എന്ന് പറഞ്ഞാൽ എന്താ? Open-ended question എന്ന് വെച്ച് കഴിഞ്ഞാൽ we cannot say that the answer is yes or no. That is called open-ended question. Okay. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആൻസർ ഇല്ല. പോസിബിലിറ്റീസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ലൈക്ക് ക്രിയേറ്റീവ് തിങ്കിങ്, ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ആ പോസിബിലിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസിബിലിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ആൻസർ ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. That is called divergent thinking. It needs some type of creativity. It's a free-flowing, spontaneous, and non-linear process. Free-flowing, non-linear, and spontaneous process. For example, you can see two questions there. Can you make predictions regarding the outcome of next FIFA World Cup? എന്ത് ആൻസറും പറയാം അല്ലെ. എന്താ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ആൻസറും വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് കറക്റ്റ് ആൻസർ റോങ് ആൻസർ എന്നില്ല. അത് നടക്കുന്നത് വരെ, അതിന്റെ ആൻസർ ഉണ്ടാകുന്നത് വരെ അതിനെന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നുള്ളതൊക്കെ എന്തായിരിക്കും? ഡൈവേർജന്റ് തിങ്കിങ് ആയിരിക്കും. പോസിബിലിറ്റീസ്. Divergent thinking always based on ideas or possibility. It's not necessary for a divergent and convergent thinking must work exclusively. The ideas generated by divergent thinking will have be organized, evaluated, and adapted using convergent thinking. ഈ രണ്ട് പ്രോസസ് ഉണ്ടല്ലോ, ഈ കൺവേർജന്റ് ആൻഡ് ഡൈവേർജന്റ് എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സും രണ്ടും ഒരേപോലെ നടക്കണം എന്നുള്ളത് മസ്റ്റ് ഒന്നുമല്ല. ബട്ട് ഡൈവേർജന്റ് തിങ്കിങ്ങിൽ പറഞ്ഞൊരു കാര്യം നമുക്ക് കൺവേർജന്റ് തിങ്കിങ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ഡൈവേർജന്റ് തിങ്കിങ്ങിൽ പറഞ്ഞ ഒരു ഇപ്പൊ ഐഡിയാസ് ഉണ്ടാവില്ലേ, ആ ഐഡിയാസ് കൺവേർജന്റ് തിങ്കിങ്, പ്രോപ്പർ കൺവേർജന്റ് തിങ്കിങ്ങിലൂടെ നമുക്ക് എന്താക്കാം? ബെസ്റ്റ് ആൻസർ അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ.